പഠിക്കാനും കളിക്കാനും പ്രകൃതിയെ അടുത്തറിയാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി പൊന്നാനി നഗരസഭ. നിളയോരത്തെ ജൈവ വൈവിധ്യ പാർക്കിൽ പുതുതായി ഒരുക്കിയ പച്ചത്തുരുത്ത് പരിസ്ഥിതി പഠന കേന്ദ്രത്തിലേക്ക് ആദ്യ പഠനയാത്ര സംഘടിപ്പിച്ചത് വെള്ളേരി GLPS വിദ്യാർത്ഥികളാണ്. പാഠപുസ്തകത്തിലെ അറിവുകൾ ക്ലാസ് മുറികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങാതെ പ്രകൃതിയുമായും ദൈനംദിന ജീവിതാനുഭവങ്ങളുമായും ബന്ധപ്പെടുത്തി പഠിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് പച്ചത്തുരുത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി പഠനത്തിനും വിനോദത്തിനുമുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി നഗരസഭാ ഫണ്ട് വകയിരുത്തി വിവിധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിളയോരത്തിന്റെ പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന പച്ചത്തുരുത്തിൽ കുട്ടികൾക്ക് പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കാനും കളിക്കാനും വിവിധ വിഷയങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും കഴിയും. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനൊപ്പം ശാസ്ത്രീയ ചിന്തയും നിരീക്ഷണശേഷിയും കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. പഠനയാത്രയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഔഷധ സസ്യങ്ങളും നക്ഷത്ര സസ്യങ്ങളും ഉൾപ്പെടുന്ന പാർക്ക് നേരിൽ സന്ദർശിച്ചു. പാഠപുസ്തകങ്ങളിൽ വായിച്ച സസ്യങ്ങളെ നേരിൽ കണ്ട് അവയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. പ്രകൃതിയെ നിരീക്ഷിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും അറിവ് നേടുന്ന രീതിയിലുള്ള പഠനാനുഭവമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ പ്രായോഗിക വശങ്ങളും പഠനയാത്രയിലെ പ്രധാന ഭാഗമായിരുന്നു. തുമ്പൂർമുഴി മാതൃകയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം വിദ്യാർത്ഥികൾ നേരിൽ കണ്ടു. ജൈവ മാലിന്യങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കാം, അതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ PSI വിജിൻ കുട്ടികൾക്ക് വിശദീകരിച്ചു.